നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഇൻകമിംഗ് കോളുകൾ നമ്മുടെ അനുവാദമില്ലാതെ ഒരാൾ പോലും നമ്മുടെ ഫോൺ കോൾ എടുത്തു പോകരുത്. അതോടൊപ്പം വിളിക്കുന്ന നമ്പർ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ കാണുകയും ചെയ്യരുത്. ഇതെങ്ങനെ നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. കാരണം നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പല ആളുകൾ കാണും. കാരണം ഫോൺ ചാർജ് ഇടുന്ന സമയത്ത് നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഇൻകമിംഗ് കോളുകൾ നമ്മുടെ അനുവാദമില്ലാതെ പല ആളുകൾക്കും എടുക്കാൻ സാധിക്കും. മാത്രമല്ല ആ നമ്പർ ദുരുപയോഗം ചെയ്യാനും സാധ്യതയുണ്ട്. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഫോണിലേക്ക് ഇൻകമിംഗ് കോൾ വരുമ്പോൾ നമ്മൾ മുൻകൂട്ടി കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ടൈപ്പ് കൊടുത്താൽ മാത്രമേ ആ നമ്പർ ഡിസ്പ്ലേയിൽ കാണുകയുള്ളൂ. മാത്രമല്ല ആ കോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഒരു സെറ്റിങ്സ് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ചെയ്യേണ്ടതെന്ന് അവസാനം വരെയും വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നതാണ്. തീർച്ചയായിട്ടും മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിനുവേണ്ടി നമുക്ക് വേണ്ടത് പ്ലേ സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള നല്ലൊരു ആപ്ലിക്കേഷനായിട്ടോ ഞാൻ പരിചയപ്പെടുന്നു. ഇൻകമിംഗ് കോൾ ലോക്ക് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഡൗൺലോഡ് ലിങ്ക് വീഡിയോ എടുത്തായ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസാണ് ലഭിക്കുന്നത്. ഇതൊരു ഫ്രീ ആപ്ലിക്കേഷൻ ആയതിൻ്റെ പേരിൽ ഇതിൽ ആഡ്സ് വരും. ജസ്റ്റ് നിങ്ങളൊന്ന് അത് കട്ട് ചെയ്ത് വിടുക. തുടർന്ന് നമുക്ക് കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഡ്രോ ഓവർ ദ ആപ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ആദ്യം കാണുന്ന ഇവിടെ നിങ്ങൾ ഓക്കെ കൊടുക്കുക. പെർമിഷൻ ഒന്ന് അലോ ടിക്ക് ചെയ്യുക. തുടർന്ന് ബാക്കി കൊടുക്കുന്നു. രണ്ടാമത് റീഡ് ഫോൺ സ്റ്റേറ്റ് എന്ന ഭാഗം വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക. രണ്ടാമതായി അതും പെർമിഷൻ അലോ ടിക്ക് ചെയ്യുക. അടുത്ത സെറ്റ് ലോക്ക് ടൈപ്പാണ്. ഞാനിവിടെ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻ നമ്പർ കൊടുക്കാം, വേണമെങ്കിൽ പാറ്റേൺ കൊടുക്കാം. ഞാനിവിടെ പിൻ നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്. പിൻ നമ്പർ സെലക്ട് ചെയ്യുന്നു. അടുത്ത് സെറ്റ് പിൻ എന്ന ഭാഗം നമ്മളൊരു പിൻ നമ്പർ ഇവിടെ ടൈപ്പ് കൊടുക്കുക. ഞാനിവിടെ 7788 കൊടുക്കുന്നു. തുടർന്ന് നെക്സ്റ്റ് കൊടുക്കുന്നു. വീണ്ടും ഞാനിവിടെ കൺഫേം ചെയ്യുകയാണ്. റീ എൻ്റർ പിൻ 7788 കൺഫേം ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ഓപ്ഷൻ നമുക്ക് എനേബിൾ ലോക്ക് എന്ന ഭാഗം നിങ്ങളങ്ങ് എനേബിൾ ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെയും കുറേ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വരുന്ന കോളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാനുള്ള പല ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കുന്നത്. പരസ്യങ്ങൾ നിങ്ങളങ്ങ് കട്ട് ചെയ്ത് വിടുക. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇനി നമ്മുടെ ഫോണിലേക്ക് മറ്റൊരു വ്യക്തി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പാറ്റേൺ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജസ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു കോൾ ഇവിടെ എൻ്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. പാറ്റേൺ നമ്പർ ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് കോൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.